CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജിൻ്റെ നേതൃത്വത്തിൽ കയ്യൂരിൻ്റെ മണ്ണിൽ നിന്നും, കയ്യൂർ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും ആരംഭിച്ച പതാക ജാഥയും അതോടൊപ്പം തന്നെ അസ്ഥികൾ പൂക്കുന്ന വയലാറിൻ്റെ മണ്ണിൽ നിന്നും ആരംഭിച്ച ദീപശിഖ ജാഥയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു നയിച്ചിട്ടുള്ള ദീപശിഖ ജാഥയും ശൂരനാട് ധീരവിപ്ലവകാരികളുടെ മണ്ണിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള കൊടിമര ജാഥയും വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ എത്തുന്നത് 30 കൊല്ലത്തിന് ശേഷം CPIM സംസ്ഥാന സമ്മേളനത്തിന് നാടൊരുങ്ങുമ്പോൾ ഐതിഹാസികമായ ശൂരനാട് സംഭവത്തിന്റെ 75ാം വാർഷികം തികയുന്ന സമയത്തുകൂടിയാണ് ഈ CPIM-ന്റെ ചരിത്ര പ്രധാനമായ ഈ സ്ഥലത്തേക്ക് കൊല്ലത്തെ ഇതാ ഈ ജാഥകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഈ ചരിത്ര പ്രധാനമായ സ്ഥലത്ത് കൊല്ലത്ത് ഐതിഹാസികമായ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ടല്ലോ. തീർച്ചയായും കൊല്ലം ജില്ല കേരളത്തിലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ ജില്ലയാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. നിരവധി പോരാട്ടങ്ങൾക്ക്, കർഷക കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾക്ക്, ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനും എതിരുമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തി ജീവൻ നൽകിയിട്ടുള്ള ധീരരായിട്ടുള്ള രക്തസാക്ഷികളുടെ സ്മരണകളിരമ്പുന്ന മണ്ണുകൂടിയാണ് കൊല്ലം എന്ന് പറയുന്നത്. ശൂരനാട് രക്തസാക്ഷികളുടെ പോരാട്ട വീരന് കാൽ നൂറ്റാണ്ട് തികയുന്ന ഒരു സമയത്ത് കൂടി ആണ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനത്തിലേക്ക് വീണ്ടും കൊല്ലം ജില്ല 30 വർഷത്തിന് ശേഷം കൊല്ലം ജില്ല സമ്മേളനത്തിൻ്റെ ആവേശത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഏതായാലും കൊല്ലം ജില്ല ചെമ്പട്ടണിഞ്ഞു നിൽക്കുകയാണ്. കൊല്ലം ജില്ല സമ്മേളനത്തിനായി പൂർണ്ണമായും ഈ ചുവപ്പ് പരവതാനി വിരിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ല. സമ്മേളനത്തിൻ്റെ എല്ലാ ആവേശവും അതിൻ്റെ ഏറ്റവും മികവുറ്റ രീതിയിൽ തന്നെ CPIM-ന്റെ കൊല്ലം സമ്മേളനം പൂർത്തിയാക്കുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സ്വാഗത സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ആ ഒരു മാസങ്ങൾ നീണ്ട മുന്നൊരുക്കം, അതോടൊപ്പം തന്നെ അനുബന്ധ പരിപാടികൾ, നിരവധി സെമിനാറുകൾ, ഇതിനെല്ലാം ഒടുവിലായി CPIM-ന്റെ സംസ്ഥാന സമ്മേളനം, പ്രതിനിധി സമ്മേളനം എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയിലേക്കാണ് കൊല്ലം സമ്മേളനം കടക്കുന്നത്. അതിന് മുന്നോടിയായാണ് പൊതുസമ്മേളന നഗരിയിൽ ആസാറാം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയരുന്നത്. ആ പതാക ഉയരുന്നതിന് മുന്നോടിയായി ഇപ്പോൾ CPIM-ന്റെ വിവിധ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന ജാഥകൾ ഇപ്പോൾ ഈ ആസാറാം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കയ്യൂരിൽ നിന്നുമാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിൻ്റെ നേതൃത്വത്തിൽ പതാക ജാഥ ആരംഭിച്ചത്. പതാക ജാഥ കയ്യൂരിൽ നിന്നും ആരംഭിച്ച് വിവിധ ജില്ലകൾ പിന്നിട്ട വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അത് ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ച് ഈ ആശ്രമം പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വയലാറിൻ്റെ മണ്ണിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദീപശിഖ ജാഥ അത്ലറ്റുകളിൽ കൈമാറി നിരവധി സ്ഥലങ്ങളിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സമ്മേളന നഗരിയിൽ ജ്വലിച്ചു നിൽക്കേണ്ടുന്ന ദീപശിഖയും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശൂരനാട്ടെ മണ്ണിൽ നിന്നും, വിപ്ലവകാരികളുടെ മണ്ണിൽ നിന്നും ആരംഭിച്ച CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൊടിമര ജാഥയും ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇൻകുലാബിൻ്റെ വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ, അത്യന്തം ആവേശമുറ്റു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരാനായി പോകുന്നത്. ഈ പതാക ഉയരുന്നതോടുകൂടി സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. നാളെ രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊല്ലം ജില്ല, പ്രത്യേകിച്ചും സമ്മേളന നഗരിയുള്ളത്. തീർച്ചയായും 24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനം, CPIM-ന്റെ സംസ്ഥാന സമ്മേളനം തുടക്കമാവുകയാണ്. കൊടിമര ദീപശിഖ പതാക ജാഥകൾ ആശ്രാമം മൈതാനത്ത് സംഗമിച്ചു. സീതാറാം യെച്ചൂരി നഗറിലെ പൊതുസമ്മേളന വേദിയിൽ ചെമ്പതാക ഉയരുന്നതോടുകൂടി 3 നാൾ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൻ്റെ ആവേശോജ്വലമായ നടപടികളിലേക്ക് കൊല്ലം പ്രവേശിക്കുകയാണ്. കൊല്ലം സമ്മേളനം ഒരുപക്ഷെ ഐതിഹാസികമായ നിരവധി തീരുമാനങ്ങൾ കൊണ്ട് തന്നെ മുഖരിതമാണ്. കാരണം നവകേരളത്തിനായുള്ള പുതുനയത്തിൻ്റെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ആകർഷകമായ കേരളത്തെ പരിഷ്കരിക്കുന്ന നയപരിപാടികളുടെ നവീകരണത്തിൻ്റെ, നവകേരളത്തിൻ്റെ പുതുവഴികൾ കൂടി തുറക്കുന്നതാകും കൊല്ലം സമ്മേളനം, CPIM-ന്റെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം എന്നൊക്കെയുള്ള പ്രതീക്ഷകളിലാണ് രാഷ്ട്രീയ കേരളം. എന്തായാലും തീർച്ചയായും PV കുട്ടൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. കുട്ടൻ, സ്വയം വിമർശനത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും തിരുത്തലുകളുടെയും ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെയും മകുടോ ഉദാഹരണം CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള
സംസ്ഥാന സമ്മേളനം ഇതാ ആശ്രാമം മൈതാനത്ത് ഐതിഹാസികമായ തുടക്കം. ചരിത്രപരമായി നിരവധി പ്രാധാന്യങ്ങളുള്ള സമരഭൂമികയിലാണ് ഇതാ ചെമ്പതാക ഉയരുന്നത്. എങ്ങനെയാണ് ആ നാടിൻ്റെ ആവേശം പറിച്ചു നട്ടാൽ? അജിംഷാദ്, കൊല്ലം ജില്ലയാകെ ആവേശ ലഹരിയിലാണ്. CPIM സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കുന്നതിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ആവേശം ഇവിടുത്തെ പാർട്ടി പ്രവർത്തനങ്ങളിലും ബഹുജനങ്ങളിലും അനുഭാവികളും ഒക്കെ കാണാമായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ സമ്മേളന നഗരിയിൽ, പൊതുസമ്മേളന നഗരിയിൽ ഉയർത്തുന്നതിനുള്ള കൊടിമരം ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത നയിച്ച് ഇന്ന് രാവിലെ ശൂരനാട് നിന്നും ആരംഭിച്ച ആ കൊടിമര ജാഥ ഇപ്പോൾ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദീപശിഖ പതാക ജാഥകൾ, M സ്വരാജ് നയിക്കുന്ന പതാക ജാഥയും PK വിജയ് നയിക്കുന്ന ദീപശിഖ ജാഥയും ഇപ്പോൾ ആശ്രാമം മൈതാനത്ത് പൊതുസമ്മേളനം നടക്കുന്ന ആശ്രാമം മൈതാനത്തേക്ക് എത്തിയ നേതാക്കളൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും, സമ്മേളനത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സംഘാടക സമിതി ചെയർമാൻ KN ബാലഗോപാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി പതാക ഉയർത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അജിംഷാദ്, ഇപ്പോൾ ഈ കൊടിമരത്തിന് പിന്നാലെ തന്നെ ദീപശിഖ, അതോടൊപ്പം തന്നെ പതാക ജാഥകളും ഇവിടേക്ക് എത്തിച്ചേരും. ആശ്രാമം മൈതാനം പൊതുസമ്മേളനം, ഈ സമ്മേളനം സംസ്ഥാന സമ്മേളനം കഴിയുന്ന ദിവസമാണ് പൊതുസമ്മേളനം. എങ്കിലും ഇപ്പോൾ തന്നെ ഈ പതാക ഉയർത്തൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലത്തെ ഈ ആശ്രാമം മൈതാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അജിംഷാദ്, തീർച്ചയായും നിരവധി ദേശീയ നേതാക്കന്മാരൊക്കെ എത്തിയിട്ടുള്ള, പ്രസംഗം ഐതിഹാസികമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ആശ്രാമം മൈതാനത്താണ്. ഏതാണ്ട് 55 ഏക്കറിലധികം വരുന്ന വിശാലമായ ആ ആശ്രാമം മൈതാനത്താണ് ജനനിബിഡമായിരിക്കുന്നത്. ആവേശത്തിൻ്റെ ജനനിബിഡതയാണ് ഒരുപക്ഷെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കൊല്ലം ഇപ്പോൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തത്സമയം കാണുമ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ, KN ബാലഗോപാൽ, M നൌഷാദ് MLA, വരദരാജൻ, RS ബാബു, H ഏണസ്റ്റ് അടക്കം ഒരു സമൃദ്ധമായ നേതൃനിരയുടെ സാന്നിധ്യത്തിലാണ്, പി സോമപ്രസാദ് അടക്കമുള്ള നേതൃനിരയുടെ സാന്നിധ്യത്തിലാണ് അവിടേക്ക് 3 ജാഥകളും സംഗമിക്കുന്നത്. അല്പസമയത്തിനകം പതാക ഉയരുന്നതോടുകൂടി സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. ഈ ഘട്ടം വരെ നിരീക്ഷിക്കുമ്പോൾ സന്തോഷ്, അതായത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമരങ്ങളുടെ ഭൂമികയാണ്. അതിൻ്റെ മുഴുവൻ ആവേശവും പരിഷ്കരിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ നന്ദിയും നാന്ദിയുമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിലൂടെ കൊല്ലം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യങ്ങളിലും ആവേശങ്ങളിലും മുഷ്ടി ചുരുട്ടലിലുമൊക്കെ ബോധ്യമാകുന്നത് ആ ആശയത്തിൻ്റെ സമ്മേളനം കൂടിയാണ്. വർണ്ണങ്ങളും ശബ്ദവും മാത്രമല്ല, ആശയത്തിൻ്റെ സമ്മേളനം കൂടിയാണ് അവിടെ നടക്കുന്നത്. സന്തോഷ്, തീർച്ചയായും അജിംഷാദ്, കർഷകരുടെയും തൊഴിലാളികളുടെയും അടിസ്ഥാന വിഭാഗത്തിൻ്റെയും പ്രതീക്ഷയും ആശയും ആവേശവുമാണ് CPIM എന്ന് പറയുന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്നവർ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തെ കാണുന്നത്. ഒരുപക്ഷെ ഏറ്റവും ജനാധിപത്യപരമായി അതിൻ്റെ ചർച്ചകൾ നടക്കുന്നതും ഏറ്റവും ജനാധിപത്യപരമായി അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതുമായ മറ്റൊരു പാർട്ടി ഒരുപക്ഷെ CPIM-നെ പോലെ ഉണ്ടാകില്ല. അത്തരത്തിൽ കൂടുതൽ സംഘടനാപരമായി കരുത്താർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനായാണ് CPIM സമ്മേളനങ്ങൾ നടക്കുന്നത്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് CPIM-ന്റെ കേരള സംസ്ഥാന സമ്മേളനത്തിന് വിപ്ലവ ഭൂമികയായ നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കൊല്ലത്തിൻ്റെ മണ്ണ് ഇത്തവണ ആതിഥേയത്വം വഹിക്കുന്നത്. ജന്മിനാടുവാഴിത്വത്തിനും അതോടൊപ്പം തന്നെ സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും എതിരായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ നടന്ന ധീരരക്തസാക്ഷികളുടെ മണ്ണ് കൂടിയാണ് കൊല്ലം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളന ആവേശം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഇൻകുലാബിൻ്റെ മുഖരിതമായ അന്തരീക്ഷത്തിൽ, രക്തസാക്ഷികൾക്ക് മരണമില്ല എന്നുള്ള മുദ്രാവാക്യം വിളികളാൽ മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എങ്ങും പാറിപ്പറക്കുന്ന ചെമ്പതാകകൾ മാത്രമുള്ള ഒരു കൊല്ലം നഗരം. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും മനസ്സിലും പാർട്ടി എന്ന് പറയുന്ന ഒരൊറ്റ ചിന്ത, ആ പാർട്ടിയുടെ കരുത്തും ശക്തിയും വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന സമ്മേളനത്തിന് തന്നെയാണ് കൊല്ലം നഗരം സാക്ഷ്യം വഹിക്കുന്നത്. ആ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ്
ഇപ്പോൾ കടന്നിരിക്കുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ധീരരായിട്ടുള്ള കയ്യൂർ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കൈമാറിയ പതാകയും വഹിച്ചുകൊണ്ട് കേരളത്തിന്റെ ജനപദങ്ങളിലൂടെ വിവിധ ജില്ലകൾ പിന്നിട്ടുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ആ പതാക ജാഥ വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഈ പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ ധീരവിപ്ലവകാരികളുടെ മണ്ണായ അസ്ഥികൾ പൂക്കുന്ന വയലാറിന്റെ മണ്ണിൽ നിന്നും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ദീപശിഖ ജാഥ സമ്മേളന നഗരിയിൽ സമ്മേളനം അവസാനിക്കുന്നതുവരെ ജ്വലിച്ചു നിൽക്കുന്ന ദീപശിഖയും വഹിച്ചുകൊണ്ടുള്ള ആ ജാഥയും ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നു. ധീരവിപ്ലവകാരികളുടെ മണ്ണായ ശൂരനാട് നിന്നും CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പൊതുസമ്മേളന നഗരിയിൽ തലയുയർത്തി മാനം മുട്ടെ തലയുയർത്തി നിൽക്കേണ്ടുന്ന കൊടിമര വഹിച്ചുകൊണ്ടുള്ള കൊടിമര ജാഥയും ഇപ്പോൾ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുസമ്മേളന നഗരിയിലേക്ക് കൊടിമരം ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് ഏറ്റവും ആദ്യം. കൊല്ലം ജില്ലയിൽ നിന്നുള്ള സ്വാഗത സംഘത്തിന്റെ പ്രധാനപ്പെട്ട ആളുകൾ 3 കൊടിമര ദീപശിഖ പതാകകൾ ഏറ്റുവാങ്ങിയതിനു ശേഷമായിരിക്കും ഈ ആദ്യം ഈ കൊടിമരം പൊതുസമ്മേളന നഗരിയിൽ നാട്ടുന്നത്. അതിനുശേഷം പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരും. ഏതായാലും അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ നിമിഷങ്ങളിലൂടെ തന്നെയാണ് പൊതുസമ്മേളന നഗരി കടന്നു പോകുന്നത്. CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളന നഗരിയിൽ CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള പൊതുസമ്മേളന നഗരിയിലാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയരുന്നത്. അതിൻ്റെ ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ കൊടിമരം ഏറ്റുവാങ്ങി ഈ പൊതുസമ്മേളന നഗരിയിൽ സ്ഥാപിക്കുകയും പിന്നാലെ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരുകയും ചെയ്യുന്നതോടുകൂടിയാണ് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുന്നത്. ഏതായാലും CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജില്ലാ സമ്മേളനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ, പാർട്ടിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെല്ലാം തന്നെ ഈ ചടങ്ങിന് സാക്ഷിയാകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരുന്നത്. അജിം ഷാ, തീർച്ചയായും ആ കൊടിമരത്തിൽ ഒരു കൈ സ്പർശിക്കാനായി ആ സഖാക്കൾ കാട്ടുന്ന ആവേശവും അതും കൂടി ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതാണ്. എന്നും സഖാക്കളായി മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നോർ തൻ വീതിയിൽ വാരിയിടുന്നു ഞാൻ ചുവപ്പിൻ ഉഷസ്സിൻ ചില്ലയിൽ പൂത്ത വാക്കുകൾ എന്ന് കവി പാടിയത് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് കൊല്ലം സമ്മേളനം, CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്തിതാ പുരോഗമിക്കുന്നത്.